പ്രിയ സഹോദരനെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി സർവശക്തനായ യേശുക്രിസ്തു എന്ന രാജാവിന് സ്തുതിയും മഹത്വം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വാർത്തയെടുത്ത് നോക്കിയതേ കണ്ടത് എറണാകുളം അങ്കമാലി രൂപതയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല, ഇപ്പോഴും അത് തീർന്നിട്ടില്ല. ഇന്ന് വളരെ യാദൃശ്യമായിട്ട് രണ്ട് ഉദ്യോഗസ്ഥരെ കണ്ടുമുട്ടി. രണ്ട് ഹൈന്ദവ സഹോദരന്മാരാണ്, നല്ല ഉദ്യോഗസ്ഥരാണ്, കേരളത്തിലെ ഗവൺമെൻറ് ജീവനക്കാരാണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു വന്നപ്പോൾ അവർ പറയുന്നത്, പ്രിയ സഹോദരരെ, നിങ്ങളുടെ ഈ എറണാകുളത്തെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുർബാന പ്രശ്നങ്ങൾ തർക്കം തീർന്നില്ലേ, ഇതിനകത്ത് ഇപ്പോഴും വാർത്തയാണല്ലോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്കത് വളരെ സങ്കടവും ലജ്ജയും തോന്നി മനസ്സിൽ. ഞാൻ പറഞ്ഞു, സഹോദരൻ, അത് പരിഹരിക്കുന്നേ ഉള്ളൂ, അത് ഇപ്പം തന്നെ പരിഹരിച്ച് തീർന്നോളും, പ്രശ്നങ്ങളൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞു, ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ കാണുന്നത്, വാർത്ത കാണുന്നത് അങ്ങനെയല്ലോ, നിങ്ങളൊരു അപ്പുറം ഇപ്പുറം വന്നിരുന്ന് നിങ്ങളുടെ മെത്രാന്മാരും അച്ഛന്മാരും ആരാ നിങ്ങളുടെ അവർ തമ്മിലൊന്ന് സ്നേഹത്തിലിരുന്ന് സംസാരിച്ച പ്രശ്നം തീരാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. ആ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർന്നു കേട്ടോ, ഇനിയിപ്പം വലിയ പ്രശ്നം അങ്ങനെയല്ല സഹോദരൻ, കാണുന്നത് വലിയ പ്രശ്നങ്ങളാണ് കാണുന്നത്. നിങ്ങളുടെ എന്താ ആരാധന, കുർബാന, എന്തായാലും പേര്, ആ കുർബാന രാവിലെയും വൈകിട്ടും ചെല്ലുന്നത് പിന്നെ ഏകീകൃതം വേണമെന്ന് ഒരു ആൾക്കാർ, ഏകീകൃതം വേണ്ടാന്ന് പറയുന്ന കുറേ ആൾക്കാർ, അതിപ്പം ഏതൊരു കുർബാന നിർത്തിയെന്ന് പറയുന്നു, വേറൊരെണ്ണം പുനരാരംഭിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് പറയും. ഞാൻ പറയുന്ന സഹോദരൻ, അത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, അവർ ചർച്ച ചെയ്ത് തീർന്നു, ഇപ്പോഴും കുർബാന നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഒരു വിധത്തിൽ ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരരെ, കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഈ സമയത്ത് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും, പ്രപഞ്ച ലക്ഷണങ്ങൾ നമുക്കറിയാം. സൂര്യനിലെ ചൂട് കൂടുന്നു, ഭൂമിയിലെ ചൂട് കൂടുന്നു, മഞ്ഞ് കൂടുതൽ ഉരുകുന്നു, മഴ കൂടുതലുണ്ടാകുന്നു, ഭയങ്കരമായ കൊടുങ്കാറ്റുകൾ, പകർച്ചവ്യാധികളെല്ലാം പ്രകൃതിയുടെ ലക്ഷണങ്ങളാണ്. ആത്മീയ ലക്ഷണങ്ങളാണ്. ഇന്ന് ലിവിങ് ടുഗദർ പോലെ പരിപാടി കൂടുന്നു. എന്താണ് പിന്നെ സംഭവിക്കുന്നത്? ഡൈവോഴ്സിൻ്റെ എണ്ണം കൂടുന്നു, അവിവാഹത്തിന് ചെറുപ്പക്കാർ നിൽക്കുന്നു, മദ്യപാനത്തിൻ്റെ അളവ് കൂടുന്നു, സഭയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇട്ടിട്ട് പോകുന്നു, യുവതി യുവാക്കൾ സഭ വെറുക്കുന്നു, അല്ലെങ്കിൽ ദേവാലയത്തിൽ വരുന്നവരുടെ എണ്ണം കുറയുന്നു. അത് ആത്മീയ ലക്ഷണങ്ങൾ. മറ്റൊരു ആത്മീയ ലക്ഷണമാണ് കൂദാശകളോട് താല്പര്യമില്ല, എതിർ കൂദാശകളോട് താല്പര്യമുണ്ട്, പുരോഹിതരോടും സഭയോടും താല്പര്യമില്ലാത്തവർ, കുമ്പസാരത്തോട് പറഞ്ഞാൽ താല്പര്യമില്ലാത്ത, എന്നാ കുമ്പസാരം, എന്നെ കള്ള കുമ്പസാരമുണ്ട്, ഞാൻ ആ പരിപാടിക്കില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവർ. അങ്ങനെ ആത്മീയ ലക്ഷണങ്ങൾ ധാരാളം. പിന്നെ ശാസ്ത്രീയ ലക്ഷണങ്ങൾ പറഞ്ഞാൽ ഇന്ന് കാണുന്ന ആധുനിക ആറ്റം ബോംബുകൾ, മിസൈൽ സംവിധാനങ്ങൾ, യുദ്ധ ടാങ്കുകൾ, യുദ്ധങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ, തോക്ക് സംവിധാനങ്ങൾ, അതങ്ങനെ അത് ശാസ്ത്രീയമായിട്ട്. മറ്റൊന്ന് അതിനേക്കാൾ ശാസ്ത്രീയമായിട്ട് എയർ റോബോട്ടുകൾ, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ, അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ, അതിനെ മനുഷ്യൻ കല്യാണം കഴിക്കാൻ പോകുന്നു, അതിനെ വീട്ടിൽ കൊണ്ട് ഉപയോഗിക്കുന്നു, അങ്ങനെ ഇതെല്ലാം സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങൾ ഒന്നൊന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നും ബുദ്ധിയും വിവരവും ബോധമുള്ള കുറേ മനുഷ്യ ലോകത്തുണ്ട്. അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ യേശു എന്ന് പറയുന്ന ആൾ വരാറായി, യുഗം അതിൻ്റെ അന്ത്യത്തിലേക്കാണ്. 2025 കഴിഞ്ഞാൽ 2033 വരുന്നത് യുഗാന്ത്യമാണ്. ആ കാലഘട്ട യുഗം അവസാനിക്കുമ്പോൾ എന്തു സംഭവിക്കുന്നു? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കഥാ പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാകും. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ യുഗാന്ത്യം എന്ന് പറയുന്നത് 2033 2000 വർഷം പൂർത്തിയാവുന്നത്. അപ്പോൾ യുഗാന്ത്യത്തിൻ്റെ സമയത്ത് എന്തെല്ലാം സംഭവിക്കുന്നു എല്ലാവർക്കും ബോധ്യമുണ്ട്, ചിന്തിക്കുന്നുണ്ട്. നമ്മൾ എവിടെ പലരുടെയും ധ്യാന ക്ലാസ്സുകളും, അത് പെന്തക്കോസ്ത് വിഭാഗമായിക്കോട്ടെ, ക്രിസ്ത്യൻ വിഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരായിക്കോട്ടെ, അവരെല്ലാവരും യേശുക്രിസ്തു രണ്ടാമത്തെ വരവ് ആഗതമായി എന്നും അത് ഉടനെ ഏകദേശം ഉണ്ടാകുമെന്നും 2024 ഈ കാലഘട്ടം ഉണ്ടാകുമെന്ന് അങ്ങനെ ചിലവർ 25 ഉണ്ടാകുമെന്ന് പറയുന്നു, 30 ഉണ്ടാകുമെന്ന് പറയുന്നു, 33 ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ ലോകാവസാനമുണ്ടെന്നും യേശുക്രിസ്തു ഉടൻ വരുമെന്നും രണ്ടാമത്തെ വരവിൻ്റെ കാലഘട്ടമായെന്നൊക്കെ എല്ലാ വിധത്തിലും ലോകാവസാനമുണ്ട്, യുദ്ധങ്ങൾ ആസന്നമാണ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വക കാര്യങ്ങളൊന്നും ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു വിഭാഗം ജനമുണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭ എന്ന ഈ സഭയാണ്. അവർക്ക് യേശുവിൻ്റെ വരവും പ്രശ്നമല്ല, ഇനി യേശു വന്നാലും വിഷയമില്ല, വന്നില്ലേലും വിഷയമില്ല, വരാണ്ടിരിക്കാൻ നല്ലത്, അങ്ങനെയാണ് കുറേ സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ അതൊന്നും അവർ ബാധിക്കുന്ന പ്രശ്നമില്ല. ഒരു ജനത്തെയും ഒരുക്കാൻ അവർ തയ്യാറില്ല. അല്ലെങ്കിൽ എന്താ ഒരുക്കണ്ടേ? ഇന്നും സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തും സുവിശേഷമാണ്. ഞുള്ളരുത്, മാന്തരുത്, കിള്ളരുത്, തെറി പറയരുത്, മോഷ്ടിക്കരുത്, അത് പരിപാടി തീർന്നു. ഇതാണ് നമ്മുടെ സുവിശേഷം. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് കുമ്പസാരിച്ചാൽ പ്രശ്നവും തീർന്നു.
അവിടെ തീർന്നു, എല്ലാ പ്രശ്നവും തീർന്നു കേട്ടോ. എല്ലാ വിഷയവും അവിടെ തീർന്നു. പിന്നെ വേറെ പ്രശ്നങ്ങളേ ഇല്ല. സഭയ്ക്കകത്ത് പ്രശ്നമില്ല, സഭയ്ക്ക് പുറത്ത് പ്രശ്നമില്ല. എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി ഇങ്ങനെ നിൽക്കുക, മേലോട്ട് നോക്കിയിട്ട് ഇപ്പം വരെ യേശു കയറി പോകാൻ വേണ്ടി റെഡിയായിട്ട്. അത് ഏറ്റവും കൂടുതൽ റെഡിയായിട്ട് ഇന്ന് അച്ഛന്മാരും കന്യാസികളും ഇന്നത്തെ വചനപോഷികളുമാണ്. സാധാരണക്കാർക്ക് പിന്നെ സ്വർഗരാജ്യവും ഇല്ല, സുവിശേഷവും ഇല്ല, അവർക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്ത സാധാരണക്കാർ, ഒന്നിനും കൊള്ളാത്ത കുറേ മനുഷ്യർ, അത് വേറെയുണ്ട്. വരേണ്യ വർഗ്ഗമായ ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള വർക്ക് ഇവരെല്ലാം കൂടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈശോ വരും, വന്നാൽ പോകും, ഇനി വന്നില്ല അത് വിഷയമല്ല. ഇതൊക്കെ എന്താണ് ഈ സഭ ഇത്രമാത്രം നശിക്കുന്നതെന്നും സഭയുടെ നാശം എങ്ങനെയാണെന്നും ലോകത്തെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ക്രിസ്തുവിനുള്ള വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം, വിശുദ്ധി, രൂപാന്തരീകരണം, ഫലം. തെങ്ങ്, തേങ്ങ, കൊപ്ര, എണ്ണ എന്ന സംഭവത്തിലേക്ക് എത്തണമെങ്കിൽ 4 ഘടകം പിന്നിടണം. 4ാമത്തെ ഘടകം പിന്നിട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ് എണ്ണ. അല്ലാതെ തെങ്ങിൻ ചോട്ടിക്കൊണ്ട് എണ്ണ വെച്ചാൽ കിട്ടിയാലെന്ന്, ഗ്ലാസ് വെച്ച എണ്ണ കിട്ടിയാലെന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെയാണ് യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. യേശുവിൽ ഞാൻ വിശ്വസിച്ചു എന്നതുകൊണ്ട് ഒരാൾ രക്ഷപ്പെടുന്നില്ല. ഞാൻ വിശ്വസിച്ചാൽ വിശുദ്ധി പ്രാപിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്നുണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. അപ്പോൾ 2ാം ഘട്ടമാണ് വിശുദ്ധി. 3ാം ഘട്ടമാണ് മാനസാന്തരം അഥവാ രൂപാന്തരീകരണം. ഒരാൾ മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുക. ഒറ്റ സെക്കൻഡിൽ ഒരാൾ വിശുദ്ധി പ്രാപിച്ച് അനുദപിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് രക്ഷ പ്രാപിക്കുന്നതിന് എല്ലാ പാപത്തിനും തിന്മയിൽ നിന്ന് വിടുതൽ നേടി ഒരാൾ രക്ഷപ്പെടുന്നതാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത്. പിന്നീടുള്ളതാണ് ഫലം ചൂടുക എന്ന് പറയുന്നത്. അതായത് ഫലം ചൂടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ IELTS പഠിച്ചു, OLTS പഠിച്ചു, ഇതൊക്കെ പഠിച്ചു, എല്ലാം അത് പഠിച്ചു, ജർമ്മൻ ഭാഷ പഠിച്ചു. ജർമ്മൻ ഭാഷ പഠിച്ച് വീട്ടിലിരുന്നാൽ നമുക്ക് പൈസ കിട്ടുമോ? IELTS OLTS പഠിച്ച് വീട്ടിലിരുന്ന് ജോലി കിട്ടുമോ? വീട്ടിലിരുന്നാൽ നമുക്ക് പൈസ കിട്ടുമോ? നേഴ്സിംഗ് പഠിച്ച് വീട്ടിലിരുന്നാൽ നമുക്ക് അതിൻ്റെ ശമ്പളം കിട്ടുമോ? അത് കിട്ടണം എന്ത് ചെയ്യണം? നമ്മൾ അത് തേടി അവിടെ എത്തണം. ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിലെത്തി ജോലി കിട്ടി പൈസ വീട്ടിലോട്ട് അയക്കുമ്പോഴാണ് ഈ മുടക്കിയ പൈസ നമുക്ക് കിട്ടുന്നത്, പിന്നീട് ഉയർന്ന ജീവിതവും ലഭിക്കുന്നത്. എന്നതുപോലെ ഫലം ചൂടുമ്പോഴാണ്, പരിശുദ്ധാത്മ ഫലം ചൂടുമ്പോഴാണ് ഒരു വ്യക്തി നിത്യജീവന് ഒരുക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, അന്ത്യവിധിയിലെ 6 ചോദ്യങ്ങൾ. ആ 6 ചോദ്യത്തിന് ഉത്തരം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഉത്തരമെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, കാരാഗൃഹത്തിലായിരുന്നു, വിശക്കുന്നവനായിരുന്നു, ദാഹിക്കുന്നവനായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, ഇതൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ടോ? അന്ത്യവിധി അടുത്തെത്തി നിൽക്കുകയാണ്. ഈ പശ്ചാത്തലം ഇത്രമാത്രം അടുത്തെത്തിയിട്ടും ഇത്രമാത്രം പ്രകൃതിയുടെ ലക്ഷണങ്ങളും ഇത്ര ശാസ്ത്രീയ ലക്ഷണങ്ങളും ഇത്ര മൂല്യച്യുതികളും ലോകത്ത് കണ്ടിട്ടും നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് ഇതുവരെ യേശുവിൻ്റെ ഭരണപ്പറ്റി ഒരുങ്ങാൻ ഒരു താല്പര്യമില്ല. അവർക്കത് ചിന്തയുമില്ല, ബോധ്യവുമില്ല, ബോധവുമില്ല. അന്നേരം ഏതെങ്കിലും അച്ഛന്മാരെ അവിടെ ഒന്ന് പറഞ്ഞു നോക്കി, അന്നേരം പറഞ്ഞു പിതാവല്ലാതെ പുത്രൻ പോലും അറിയത്തില്ല, പുത്രന് പോലും അറിയത്തില്ല, പിന്നെ സ്വർഗത്തിലെ ദൂതന്മാർക്കും അറിയത്തില്ല, പിന്നെ സ്വർഗത്തിന് പോലും അറിയത്തില്ല, പിന്നെ അങ്ങനെ നിങ്ങളറിയുന്നത്? ആ ചോദ്യം അങ്ങ് തള്ളി, പരിപാടി തീർന്നു. പിന്നെ എളുപ്പമുണ്ടല്ലോ കാര്യം പറയാൻ. പ്രിയ സഹോദരനെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, സഭ തീരുവാണ്, സഭയുടെ വെടി തീരുവാണ്. സഭ എന്ന ബലൂൺ പൊട്ടുകയാണ്. സഭ എന്ന ഈ സംവിധാനം, അത് ജോയൽ പറയാൻ പുസ്തകത്തിൽ വേറെ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കൺമുമ്പിൽ നിന്ന് ആഹ്ലാദത്തിമുർപ്പും നമ്മുടെ കൺമുമ്പിൽ നിന്ന് ധാന്യബലിയും പാനീയബലിയും അപ്രത്യക്ഷമായിരിക്കുന്നു. ജോയൽ പറയാൻ പുസ്തകം 1-ാം അധ്യായം, അവിടുന്ന് എടുത്ത് വായിച്ചാനത്ത് കിടപ്പുണ്ട്. നമ്മുടെ കൺമുമ്പിൽ നിന്ന് പാനീയബലിയും ധാന്യബലിയും അപ്രത്യക്ഷമായിരിക്കുന്നു. നമ്മുടെ കൺമുമ്പിൽ നിന്ന് ആഹ്ലാദത്തിമുർപ്പ് അപ്രത്യക്ഷമായിരിക്കുന്നു. അങ്ങോട്ട് നമ്മൾ പോകുന്നത്. കാരണം എറണാകുളം അങ്കമാലി രൂപത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരസ്പരം മാപ്പ് പറഞ്ഞ്, പരസ്പരം കാലുകൾ കഴുകി, പരസ്പരം കാലുകൾ ചുംബിച്ച്, പരസ്പരം ആശ്ലേഷിച്ച്, തമ്മിൽ അകന്നവരെ സ്നേഹത്തിൽ ഒന്നിപ്പിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒന്നിച്ച്, ക്രിസ്തുവിൻ്റെ സ്നേഹം കൊടുത്ത്, ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ രക്തത്തെ ഓർത്ത്, ക്രിസ്തു കാൽവരിയിൽ കുരിശിൽ തൂങ്ങി മരിച്ച ആ രംഗത്തെ ഓർത്തുകൊണ്ട്, കയ്യിലും കാലിലും ആണികൾ തറയ്ക്കപ്പെട്ടതോർത്ത്, നമ്മുടെ പാപത്തെയും തിന്മയും ഏറ്റെടുത്ത്, നമുക്ക് വേണ്ടി രക്തവും മാംസകഷ്ണവും ചിതറിക്കപ്പെട്ട്, ഈ ലോകത്ത് മരണത്തെ ഏറ്റെടുത്ത്, വേദന സഹിച്ച്, നഗ്നനായി, കാരാഗ്രഹവാസം സഹിച്ച്, ഇത്രമാത്രം പീഡ സഹിച്ച് ഈ വീണ്ടെടുത്ത ഈ ജനത്തെ, ഈ സഭയെ, ഇത്രമാത്രം വളർത്തിയ സഭയെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം പുച്ഛിക്കുകയും തള്ളുകയും അവഹേളിക്കുകയും കൊച്ചാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം വേറെ എവിടെയെങ്കിലും? ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആരെങ്കിലും കയറി വന്ന് നമ്മുടെ സഭയ്ക്കകത്തൊരു ബഹളമോ ഒരു പ്രശ്നമോ ഉണ്ടാക്കുന്നുണ്ടോ?
ഉണ്ടോ? ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഒരു ഹിന്ദുവെങ്കിലും ഈ അൾത്താരിലോട്ട് കയറി വരുന്നുണ്ടോ? ഒരു മുസൽമാനെങ്കിലും അൾത്താരിലോട്ട് കയറി വരുന്നുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും വരുന്നുണ്ടോ? ആരും വരുന്നില്ലല്ലോ. പിന്നെ ആരാ വരുന്നത്? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ പുരോഹിത വർക്കും മെത്രാന്മാർക്കും എന്ന് പറയുന്ന ഈ സാധനങ്ങൾ, പ്രിയ സഹോദരങ്ങൾ തിരിച്ചറിഞ്ഞു. കാരണം ഞാനിത് പറയാൻ കാരണങ്ങൾ പറഞ്ഞുതരാം. ഈ സംവിധാനം ഇല്ലാതെയാകും. ഈ സംവിധാനം ഇല്ലാതെ ഈ മെത്രാന്മാരും അച്ഛന്മാരെയും കുർബാനയും ഇല്ലാതെയാകും. ശൂന്യമാകും ഈ സഭ. ഇങ്ങനൊരു സംഭവമില്ല, ഇങ്ങനെ കുർബാനയില്ല, ഇങ്ങനൊരു സംഭവം ഇല്ലാത്ത വിധം 2027 മുതൽ വന്നിട്ട് ഈ സംഭവം ഇല്ലാതെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവേ എന്ന് നേർക്ക് നേരെ മുകളിലേക്ക് ആകാശത്തിലേക്ക് നോക്കിയിട്ട്, യേശുവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ അപരാധങ്ങളും തെറ്റുകളും തിന്മകളും ഞങ്ങളുടെ ഈ ദുഷ്ടഹങ്കാരവും ഈ നിദ്രാലസ്യവും ഈ സാമ്പത്തിനോടൊരു അമിത മോഹവും കൊണ്ട് ഞങ്ങൾ നശിക്കാനായി കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ, കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് ജീവനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് മനസ്സും ശരീരവും ആത്മാവും സമർപ്പിച്ച് യേശുവേ എന്ന് വിളിക്കുന്ന കാലം അടുത്തെത്തി, വളരെയേറെ അടുത്തെത്തി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനം എടുത്തു വെച്ച് വായിച്ചാൽ മലയാള ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വായിക്കും, ഇംഗ്ലീഷ് എടുത്തുള്ള വായിക്കണ്ട. ഹീബ്രു അറിയാൻ വേണ്ടി അങ്ങോട്ടും പോകണ്ട. മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടി മലയാളത്തിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണത്. അതെടുത്ത് വായിച്ചാൽ ഞാൻ എങ്ങനെ ഒരുങ്ങണമെന്നുള്ള പറ്റി ഒരു നല്ല ബോധ്യം കിട്ടും. ആ ബോധ്യത്തിൽ ഒരുങ്ങി നിന്നു പ്രിയ സഹോദരങ്ങളെ. കാരണം ഇതാ വാർത്ത കേൾക്കുന്നു, ഇനി ഉടൻ തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു. ഖത്തറും മറ്റ് രാഷ്ട്രങ്ങളും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് വെച്ചിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ ഇവരെ ഈ ഇസ്രായേലിനെ ഒതുക്കണം എന്നുള്ള ചിന്ത കൊണ്ട് അവർ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതു നിമിഷവും എന്താ സംഭവിക്കുക? ഗർഭിണിക്ക് പ്രസവ വേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിവധിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിവധിക്കുക എന്ന് പറഞ്ഞാൽ എന്നേക്കും ശൂന്യമാകുന്നുള്ളൂ. പെട്ടെന്നൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന് പിന്നെ പരിഹാരമില്ല. അതങ്ങ് തീർന്ന് സന്തോഷമായിട്ട് പിന്നീട് വീണ്ടും ഒരു വിമാന സർവീസ് ഉണ്ടാവും, വീണ്ടും അമേരിക്കൻ കാനഡയും പോകാമെന്ന് ആരും വിചാരിക്കരുത്, തീരുവാണ്. അതാണ് നിബന്ധിക്കും എന്ന് പറഞ്ഞാൽ അതോടെ ശൂന്യമാവുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സഭയും നമ്മൾ വിശ്വാസമർപ്പിച്ച വിശുദ്ധ ബലിയും ഒക്കെ നിന്നുപോയി. ഇതെല്ലാം ശൂന്യമായി ഇല്ലാതെയതിനു ശേഷം യേശുവേ എന്ന ഹൃദയപൂർവ്വം അല്ലെങ്കിൽ സംശയവും പേടിയോ ഉള്ളവർ ഈ വചനം എടുത്തു വെച്ച് വായിക്കുമ്പോൾ, പണ്ടൊരിക്കലും ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ദാനിയേൽ പറഞ്ഞു ഓർക്കുക, നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ നമ്മുടെ അടുത്തുനിന്ന് മേടിച്ച് വലിച്ചു കയറി കളഞ്ഞ് നമ്മുടെ കഴുത്തിന് കത്തി വെച്ചിട്ട് ചോദിക്കുന്ന കാലം വരുന്നു പ്രിയ സഹോദരൻ. ഇപ്പോൾ തമ്മിൽ അടിക്കുന്നവരൊക്കെ കൊല്ലപ്പെടുന്ന കാലം അടുത്തെത്തി. എന്നിട്ടും ബോധം വെളിവും ബുദ്ധിയും ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം എടുത്തു വെച്ച് വായിച്ച് കർത്താവായ യേശുവേ ഞങ്ങളുടെ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മക്കളുടെ മേൽ, തലമുറകളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൽ പ്രായാധിക്യമുള്ള മാതാപിതാക്കന്മാരുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ യുവതിയുവാക്കളുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, ഈ പുരോഹിത വർക്കത്തിനും മെത്രാന്മാർക്കിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ബുദ്ധിയും ബോധമുള്ള ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. സാധാരണക്കായ മനുഷ്യരുണ്ട്, രോഗികളായിട്ട് കിടക്കുന്നവരുണ്ട്, 99 വയസ്സായിട്ട് മരിക്കുന്നില്ല, രോഗിയായിട്ട് ഇന്നും കിടക്കുക, ഒന്ന് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കിടക്കുന്ന പാവപ്പെട്ടവർ കർത്താവെ കരുണയായിരിക്കും വിളിക്കുന്ന ഭവനങ്ങളുണ്ട്. അനേകം രോഗികളുണ്ട്, കടബാധ്യതയുണ്ട്, പൊറുതി വിട്ടിയവരുണ്ട്, മക്കളുടെ വിവാഹം നടക്കാത്തതിന് പേര് കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ള ഭവനങ്ങളുണ്ട്, മദ്യപാനികളുടെ ശല്യം മൂലം കുടുംബസമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രിയ സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി മുട്ടേനിക്ക്. ഒരു സഹോദരനെ, ആ അക്രൈസ്തവ 2 സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. അപ്പം ഞാൻ മനസ്സിൽ ചിന്തിച്ചിങ്ങനെയാണ്, എൻ്റെ പ്രിയ ഈശോയെ, എൻ്റെ സർവ്വശക്തനായ ഈശോയെ, മെത്രാന്മാരും അച്ഛന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു വിഭാഗം ജനമാണ്. അവരെ ഞങ്ങൾ ഇന്ന് കാണുമ്പോഴും ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ പറഞ്ഞ സ്വഭാവം ഞങ്ങളുണ്ട്. ഞങ്ങൾ ബഹുമാനം കൊടുക്കുന്നു, സ്നേഹം കൊടുക്കുന്നു. പക്ഷേ ഇവർ തമ്മിൽ ഒരു സ്നേഹം, ഈ എറണാകുളത്തെ പ്രശ്നം പരിഹരിച്ച് സഭ ശക്തിപ്പെട്ട് എല്ലാ ഇടവകളിലും ശക്തമായ കുമ്പസാരവും ശക്തമായ ആരാധനയും ശക്തമായ വചനപോഷണവും അതിശക്തമായ വചന ശുശ്രൂഷകൾ നടത്തി ജനം ഒരുങ്ങി, സഭ ഒരുങ്ങി, ഇടവകൾ ഐക്യപ്പെട്ട്, മെത്രാന്മാരും അച്ഛന്മാർ ഐക്യപ്പെട്ട് സ്നേഹത്തിലൊന്നിച്ച് പ്രശ്നം പരിഹരിച്ച് പത്രസമ്മേളനം നടത്തി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഞങ്ങളുടെ എല്ലാ പ്രശ്നവും കുർബാനത്തർക്കം തീർന്നു. ഇനി കുർബാന ചൊല്ലൊരു തർക്കമില്ല. ഞങ്ങൾ ഏകരൂപ്യമായി വലിയ സമാധാനമായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്പരം ആശ്ലേഷിച്ച് വലിയ കുർബാനകളും വലിയ ധ്യാനങ്ങളും ആരാധനകളും കുമ്പസാരങ്ങളും ഇടവകയിൽ അണമുറിയാതെ നടക്കേണ്ട സമയമാണിത്. ഈ സമയം എന്ന് പറയുന്നത് ഓരോ ഇടവകയും ഓരോ ധ്യാന സെൻ്ററായിട്ട് മാറണം.
അത്രമാത്രം വിശ്വാസത്തിലും വിശുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും സത്യസന്ധത്തിലും നീതിബോധത്തിലും സഭ ശക്തിപ്പെടേണ്ട സമയമാണിത്. അപ്പോഴും തീർന്നിട്ടില്ല. യേശുവിൻ്റെ വരവ് സമയമായിട്ടും ഇവരുടെ അടിപിടി തീർന്നിട്ടില്ല. പ്രശ്നമില്ല. ഇനി എന്ന് തീരും? ഹല്ലേലൂയ. പ്രിയ ജനമേ, ഞാൻ ഈ മെത്രാന്മാർ അച്ഛന്മാർ വർഗത്തോടല്ല പറയുന്നത്. പ്രിയ ജനമേ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ യേശുവിൽ ആഴപ്പെട്ടു. സഭയെ നോക്കി നിൽക്കരുത്, സഭയിൽ ആഴപ്പെടരുത്. സഭയെന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് കൂടാരമാണ്. ക്രിസ്തുവിൻ്റെ വചനം സത്യസന്ധമാണ്. അതിൻ്റെ കൂദാശയുടെ തലങ്ങൾ വളരെ യാഥാർത്ഥ്യ ബോധമുള്ളതാണ്, സത്യസന്ധമാണ്. അത് ക്രിസ്തുവിൻ്റെതാണ്, ക്രിസ്തുവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഏത്? കൂദാശകൾക്ക് എതിരെ പ്രബലപ്പെടാൻ ഒരു നരക കവാടത്തിന് സാധിക്കില്ല. എന്നാൽ പോലും വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞു, വിശുദ്ധരോടും ക്രിസ്തുവിൻ്റെ സാക്ഷികളോടും പടവരുതി അവരെ കീഴ്പ്പെടുത്താനും ഞാൻ അനുവാദം കൊടുത്ത കർത്താവ് പറഞ്ഞ അവസാനം കീഴ്പ്പെടും. സഭ കീഴ്പ്പെടും, സാത്താൻ കീഴ്പ്പെടും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ കർത്താവ് ആവചനം എഴുതി വെച്ചു. ഈ തരുണത്തിൽ നാം ക്രിസ്തുവിൽ ശരണപ്പെടുക, യേശുവിൽ ശക്തിപ്പെടുക, യേശുവിൽ വിശുദ്ധി പ്രാപിക്കുക, യേശുവിൽ നീതി കണ്ടെത്തുക, യേശുവിൽ സമാധാനം കണ്ടെത്തുക, യേശുവിൽ ജ്ഞാനം കണ്ടെത്തുക, യേശുവിൽ നീതിബോധം കണ്ടെത്തുക, യേശുവിൽ ധാർമ്മിക അനുഷ്ഠാനങ്ങളെ കണ്ടെത്തുക, യേശുവിൽ ശരണം പ്രാപിക്കുക, യേശുവിൻ്റെ തിരുത്വത്തെ ഓർത്ത് പരസ്പരം ക്ഷമിക്കുക, യേശുവിൻ്റെ തിരുത്വത്തെ ഓർത്ത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക, യേശുവിൻ്റെ തിരുത്വത്തെ ഓർത്ത് എല്ലാ പാപങ്ങളെയും തിന്മകളെയും വലിച്ചെറിയുക, യേശുവിൻ്റെ തിരുത്വത്തെ ഓർത്ത് ജ്ഞാനം വിവേകം ആർജിക്കുക, യേശു ക്രിസ്തു തിരുത്വത്തെ ഓർത്ത് എല്ലാം ക്ഷമിച്ച് സഹിച്ച് വിട്ടുവീഴ്ച ചെയ്ത് യേശുവിൻ്റെ വരവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ മുമ്പാകെ ക്രിസ്തുവിൻ്റെ കാൽപാദത്തിൽ നോക്കി യേശുവേ എന്ന് വിളിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. പക്ഷേ ക്രിസ്തുവിലേക്ക് നോക്കാൻ ആർക്കും സമയമില്ല. യേശുവിൻ്റെ കാൽവരിയിലേക്ക് നോക്കാൻ ആർക്കും സമയമില്ല. ക്രിസ്തുവിൻ്റെ കാലിലും കയ്യിലും അടിച്ചിറക്കപ്പെട്ട ആണിപ്പഴുതുകളിലേക്ക് നോക്കാൻ നമുക്ക് നേരമില്ല. നമ്മൾ IELTS OLTS കാനഡ അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പറ്റി കുറേ സംവിധാനങ്ങളും പാസ്പോർട്ട് കൂട്ടിയിട്ട് ഹന്നമ്പളം തളിക്കുന്ന കുറേ സംവിധാനങ്ങളും ആയിട്ട് നമ്മൾ അധംപതിച്ചു പോയെങ്കിൽ ഈ അധംപതിക്കൽ എന്നേക്കുമുള്ള അധംപതിക്കലാണ്. ഇവിടുന്ന് ഒരു രക്ഷ നമുക്ക് കിട്ടുകയില്ല. പ്രിയ സഹോദരനെ, നമ്മുടെ പുറത്തേക്കുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ സീറോയിലേക്ക് പോവുകയാണ്. ഇനി നാം എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് യേശുവിനെ ഹൃദയപൂർവ്വം വിളിക്കുന്ന കാലഘട്ടം അടുത്തെത്തി. അതുകൊണ്ട് പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുലിഖിതങ്ങളിൽ ആഴപ്പെടണം. അതിൻ്റെ കൗദാശിക തലങ്ങളെ നാം സ്നേഹിച്ച് അതിൽ ആഴപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഉടൻ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊള്ളുക. അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ പിന്നീടൊരു സംവിധാനം പോലും ഇല്ലാത്ത രീതിയിലേക്ക് വരും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു തിരുവചനത്തിലേക്ക്, തിരുലിഖിതങ്ങളിലേക്ക് നമ്മൾ കടന്നു. തിരുവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? ഈ മത്തായിയുടെ സുവിശേഷങ്ങളൊക്കെ എടുത്ത് നന്നായിട്ട് വായിക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ നന്നായിട്ട് വായിക്കുക. അപ്പസ്തോലന്മാർ പ്രവർത്തിച്ചതുപോലെ നമ്മളും പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അപ്പസ്തോല പ്രവർത്തനം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പഴയ കാലഘട്ടത്തിൽ നടപടി പുസ്തകം എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു വാക്കുണ്ട്, നടപടി പുസ്തകം. നടപടി എന്നൊക്കെ നമ്മൾ കേട്ടില്ല. ഇപ്പോൾ അത് ശരിയായ അതിൻ്റെ ഭാഷ എന്താണ്? അപ്പസ്തോലന്മാർ പ്രവർത്തിച്ച പോലെ നമ്മളും പ്രവർത്തിക്കണം. സുവിശേഷം പറയാൻ വീട് വീടാന്തരം കയറണം. രോഗികളെ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് രോഗശാന്തി കൊടുക്കണം. അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി അവരെ ധ്യാന സെൻ്ററിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. കുമ്പസാരിക്കാൻ വൈമുഖ്യമുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെട്ട് കുമ്പസാരിക്കാൻ നമ്മൾ ഒരുക്കണം. ഒരു കഷ്ടപ്പെടുന്ന ഭവനത്തിലേക്ക് കൊണ്ട് 500-1000 കൊണ്ട് കൊടുക്കാൻ കഴിയണം. അരിയില്ലാത്ത ഭവനത്തിലേക്ക് കൊണ്ട് കുറച്ച് അരി കൊണ്ട് കൊടുക്കാൻ കഴിയണം. പിന്നെ എന്തു സുവിശേഷമാണ് നമ്മൾ കേൾക്കുന്നത്? പള്ളിക്കകത്ത് കുറേ അച്ഛന്മാർ രണ്ട് ഡയലോഗ് ഇടുന്നത് മാത്രം കേൾക്കാനാണോ നമ്മുടെ സുവിശേഷം? അതാണോ നമ്മുടെ സുവിശേഷം പ്രിയ സഹോദരങ്ങളെ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ലോകമെങ്ങും പോയി. ഇവിടുന്ന് അമേരിക്ക പോകാൻ പറ്റുമോ? ഇല്ല. നമുക്ക് വേദനിക്കുന്നിടത്തേക്ക് കയറിച്ചില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ അന്ത്യവിധിയിലെ 6 ചോദ്യമുണ്ടല്ലോ. അനാഥനെ, ദരിദ്രരെ, രോഗികളെ, പരദേശിയെ, കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ, കടബാധനോട് പ്രതിപ്പെട്ടവരെ, വേദനിക്കുന്നവരെ കണ്ടെത്താൻ ലോകമെങ്ങും പോകേണ്ട പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ പരിസരത്തൊക്കെ ഉണ്ട്. അവിടെ പോയി യേശുവേ, ഇതാ യേശുവിൻ്റെ വരവുണ്ട്, നിങ്ങൾ പ്രിയപ്പെട്ട ധൈര്യമായിരിക്കുക, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, ഈശോ അനുഗ്രഹിക്കും ഇതാ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു പ്രിയ സഹോദരങ്ങളെ. അതിനായി നമ്മെ സമൃദ്ധമായി സർവശക്തനായ ഈശോ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.